നിങ്ങൾക്ക് ഓർമ്മയുണ്ടല്ലോ, കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിലെ ചില ജീവനക്കാരുടെ അശ്രദ്ധ കാരണം ജീവിതം പ്രതിസന്ധിയിലായി പോയ ആളാണ് അർഷിന. വയറ്റിലെ ശസ്ത്രക്രിയയ്ക്കിടെ ഡോക്ടർമാർ മറന്നുവെച്ചുപോയ ശസ്ത്രക്രിയ ഉപകരണമായി 5 കൊല്ലമാണ് അർഷിന ജീവിച്ചത്. അന്നത്തേക്കാൾ വലിയ വേദനയാണ് നീതി തേടി നടക്കുമ്പോൾ തനിക്കുള്ളതെന്നാണ് അർഷിന ഇപ്പോൾ പറയുന്നത്. നവംബർ 30 കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ നടന്ന 3ാമത്തെ പ്രസവ ശസ്ത്രക്രിയക്കിടയിലാണ് ഹർഷിനയുടെ വയറ്റിൽ കത്രിക മറന്നുവെച്ചത്. 2022 സെപ്റ്റംബർ 17 കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ വെച്ചു തന്നെ ഈ ശസ്ത്രക്രിയാ ഉപകരണം ഹർഷിനയുടെ വയറ്റിൽ നിന്നും പുറത്തെടുത്തു. 4 വർഷവും 10 മാസവും ഈ ശസ്ത്രക്രിയാ ഉപകരണം വയറ്റിൽ പേറി ഹർഷിന ജീവിച്ചു. 24ലൂടെയാണ് ഈ വാർത്ത കേരളം അറിഞ്ഞത്. കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രി അധികൃതരുടെ ഭാഗത്തുനിന്നുണ്ടായ അനാസ്ഥ ഒരു കുടുംബത്തെ ആകെ തകർത്ത കാഴ്ചയാണ് പിന്നീട് കണ്ടത്. കുറ്റക്കാരായ ആശുപത്രി അധികൃതർക്കെതിരെ നടപടി ആവശ്യപ്പെട്ട് സമരത്തിലേക്ക്. ഒപ്പമുണ്ടാകുമെന്ന് ആരോഗ്യമന്ത്രി ഫോണിലൂടെ ആദ്യം ഉറപ്പു നൽകി. നഷ്ടപരിഹാരം ആവശ്യപ്പെട്ട് സമരത്തിലേക്ക് ആരോഗ്യമന്ത്രി തന്നെ നേരിട്ടെത്തി. പക്ഷേ ആ ഉറപ്പും പാലിക്കപ്പെട്ടില്ല. നിരവധി സമരങ്ങൾ നടത്തി. 2023 മാർച്ച് 29 കുന്നമംഗലം കോടതിയിൽ പോലീസ് കുറ്റപത്രം സമർപ്പിച്ചു. 2 ഡോക്ടർമാരെയും 2 നഴ്സുമാരെയും പ്രതി ചേർത്തായിരുന്നു ഇത്. പക്ഷേ വിചാരണ തുടങ്ങാനിരിക്കെ ഹൈക്കോടതിയുടെ സ്റ്റേ ഓർഡർ. ഇതുവരെയില്ല. നീതി ലഭിച്ചിട്ടുണ്ടെങ്കിൽ ഇങ്ങനെ അല്ലല്ലോ. ഒരു തരത്തിലുള്ള നീതി നമ്മളെ കൂടെ നിരന്തരം ആരോഗ്യമന്ത്രി അടക്കം ഹർഷിനൻ്റെ കൂടെ എന്ന് പറയാനല്ലാണ്ട് ഒരു തരത്തിലുള്ള നീതി ഇതുവരെ ഉണ്ടായിട്ടില്ല. കാരണം ഞങ്ങളിപ്പോഴും വേദനിച്ചുകൊണ്ടും ഞങ്ങളെ പ്രയാസങ്ങളും തുടരുക എന്നല്ലാതെ കൂടി വരിക എന്നല്ലാതെ അതിനൊരു മാറ്റമോ അതിനെന്തെങ്കിലും ഒരു പരിഹാരം ഇതുവരെ വന്നിട്ടില്ല. 1 കോടി രൂപ നഷ്ടപരിഹാരം ആവശ്യപ്പെട്ട് സിവിൽ കോടതിയെ സമീപിച്ചിരിക്കുകയാണ് ഹർഷിന ഇപ്പോൾ. കാലം ഇത്ര കഴിഞ്ഞിട്ടും ഹർഷിനയ്ക്ക് നീതി ലഭിച്ചിട്ടില്ല. നീതി തേടി വീണ്ടും സമരരംഗത്തേക്ക് ഇറങ്ങാനുള്ള തയ്യാറെടുപ്പിലാണവർ. മിഥില ബാലൻ, 24 കോഴിക്കോട്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.